നമസ്കാരം. 10 വർഷം കൊണ്ട് 1 ലക്ഷം പേർക്ക് തൊഴിൽ. ഇതായിരുന്നു സ്മാർട്ട് സിറ്റി കരാർ ഒപ്പിടുമ്പോഴുള്ള വാഗ്ദാനം. 243 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകിയെങ്കിലും 13 വർഷം കഴിഞ്ഞും ഒന്നും നടക്കാതായതോടെ ഭൂമി തിരികെ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പണിയും അവിടെ എടുക്കാത്ത ടീകോമിന് നഷ്ടപരിഹാരം നൽകുമെന്നാണ് മന്ത്രിസഭാ തീരുമാനം. എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നത്? സ്വാഗതം. സ്പെഷ്യൽ ഡിഷിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു, മാധ്യമപ്രവർത്തകൻ കെ ഷാജി, രാഷ്ട്രീയ നിരീക്ഷകരായ NV ബാലകൃഷ്ണൻ എന്നിവർ. ഈ കരാർ ഒപ്പിടുമ്പോൾ ഈ കരാറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന PS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യുവുമായി അല്പം മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം അദ്ദേഹത്തിലേക്കാണ് പോകുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, നിലവിൽ ഈ ഒപ്പിട്ടിട്ടുള്ള കരാർ ഒരു കമ്പനിയുടെ ഏകപക്ഷീയമായ പിന്മാറ്റത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളുടെ പിന്മാറ്റത്തെ എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? അതേക്കുറിച്ച് കരാർ എന്താണ് പറയുന്നത്? നിലവിലുള്ള കരാർ അനുസരിച്ച് ടീകോമിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. കാരണം അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഒരു പദ്ധതിയിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് നമുക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഈ സ്ഥലം IT വികസനത്തിനും അതുവഴി IT സ്ഥാപനങ്ങൾ വരികയും IT ജോലികൾ സൃഷ്ടിക്കപ്പെടുകയും അതുമൂലം നാടിനുണ്ടാകുന്നൊരു വികസനവും ഒക്കെയാണ് നമ്മൾ ഇതുവഴി ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്വകാര്യ പങ്കാളിയെ കണ്ടെത്തി അവർക്ക് ഈ സ്ഥലം കൊടുക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിരുന്നത്, നമുക്കറിയാം ഈ വരുന്ന സ്ഥാപനം ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു റിട്ടേൺ വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണം മിനിമം. അതിൻ്റെ 70% IT സ്ഥാപനങ്ങൾക്ക് മാത്രമേ വാടകയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവഴി നമുക്ക് ഇവിടെ 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതാണ് നമ്മുടെ അതുവഴിയുള്ള താല്പര്യം. അപ്പോൾ അത് സമയബന്ധിതമായി അവർ നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഓരോ വർഷവും എത്ര വീതം കെട്ടണം എന്ന് ഇയർ വൈസ് ഒരു ചാർട്ടും നമ്മൾ ഉണ്ടാക്കി അത് കരാറിൻ്റെ നിയമപരമായ ബാധ്യതയാക്കി അനക്ഷർ B എന്നുള്ള പേരിൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിതിൽ ഓഹരി പങ്കാളിത്തം ചോദിച്ചത് എന്തിനാണ്? ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ ദിശാബോധം തെറ്റിയാൽ ഇതിനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ നമുക്കൊരവസരം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡയറക്ടർ ബോർഡിൽ 26% വരെ ഓഹരി നമ്മൾ ചോദിച്ചത്. പക്ഷേ അവരത് 16% വരെ നമുക്ക് നൽകാൻ തയ്യാറാവുള്ളൂ. അപ്പോഴും ഡയറക്ടർ ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അവിടെ IT സെക്രട്ടറി അംഗമാണ്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഓരോ പ്രാവശ്യവും ഇവരുടെ പ്രവർത്തനം ഇതിന് അനുസൃതമായിട്ടാണോ എന്ന് പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓഹരി പങ്കാളിത്തം എടുത്തത് തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് 1-ാം വർഷം മുതൽ പാളം തെട്ടിയിട്ടും ഇത് അന്നിരുന്ന UDF സർക്കാരോ പിന്നീട് വന്ന LDF സർക്കാരോ അതിന്മേൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്കിവരെ ഒഴിവാക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഒഴിവാക്കാതെ എല്ലാ കാലത്തേക്കും അവർക്ക് ഭൂമി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് IT ജോലി അവിടെ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു, ഒരു കക്ഷിയെ പിന്മാറുന്നതൊക്കെ ശരി, ആ ഭൂമി ഏറ്റെടുക്കുന്നത് ശരി, പക്ഷേ ഈ നഷ്ടപരിഹാരം ആർക്കാണ്, എന്തിനാണ് കൊടുക്കേണ്ടത്? അതിനെക്കുറിച്ച് കരാർ എന്താണ് പറയുന്നത്? എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം? തീർച്ചയായും അല്ല. നഷ്ടപരിഹാരം നഷ്ടമുണ്ടായവർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. നഷ്ടമുണ്ടായത് സംസ്ഥാനത്തിനാണ്, സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ അതിന് നഷ്ടം വരുത്തിയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. യുക്തിസഹമല്ല, നിയമപരമല്ല. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിയമവിരുദ്ധമാണ്. കരാറിൻ്റെ ക്ലോസ് 7.2.2C വ്യക്തമായി പറയുന്നത്, ഇവർ ഈ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുകയും 90,000 ജോലി തരികയൊക്കെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ഗവൺമെൻറ് ഇന്ന് വരെ അതിൽ നിക്ഷേപിച്ച തുക, അവർക്കുണ്ടായ പണം, നഷ്ടം ഇതെല്ലാം തിരിച്ചു പിടിച്ച് റിക്കവർ ചെയ്തിട്ട് ഇവരെ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട്. അത് എത്രയാണ് ആ തുക എന്ന് നിശ്ചയിക്കേണ്ടത്
സർക്കാർ ഏകപക്ഷീയമായിട്ടല്ല, സർക്കാരും ടീകോമും കൂടി ആലോചിച്ച് രണ്ടുപേർക്കും സമ്മതരായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിനെ കണ്ടെത്തിയ ശേഷം അവരാണ് ഈ നഷ്ടം വിലയിരുത്തേണ്ടത്. എന്തായാലും അവർ വിലയിരുത്തുന്ന നഷ്ടം ലഭിക്കേണ്ടത് സർക്കാരിനാണ്. ഇതാണ് കരാറിൽ നമ്മൾ പറയുന്ന വ്യവസ്ഥ. എന്ന് മാത്രമല്ല, അതിൻ്റെ ക്ലോസ് 11 ഇൻഡിംനിഫൈ എന്ന് പറയുന്നിടത്ത് ടീകോം അതിൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരളയെയും ഇൻഫോ പാർക്ക് സൊസൈറ്റിയെയും മറ്റ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഘടകങ്ങളെയും ഒരു തരത്തിലും നിയമപരമായ ബാധ്യതയ്ക്ക് വിധേയരാക്കില്ല എന്നൊരു ക്ലോസും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ 11ാമത്തെ ക്ലോസ് അനുസരിച്ച് അവർ വീഴ്ച വരുത്തിയാൽ ഗവൺമെൻറ്റിന് ഒരു തരത്തിലുള്ള ലയബിലിറ്റിയും വരത്തില്ല. ഒന്ന്, അത് 0 ആയി. 2, 0-യിലല്ല, ഇങ്ങോട്ട് പണം ലഭിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടാൽ ഇങ്ങോട്ട് പണം തരണം എന്നും അതിനുള്ള വ്യവസ്ഥയുമുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ക്ലോസ് 7.2.2C പ്രകാരം ഞങ്ങളുടെ നഷ്ടം നികത്താനായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ നിയമിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. പകരം മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിൽ പറയുന്നത് നഷ്ടപരിഹാരം അങ്ങോട്ട് ജോസഫ് സി മാത്യു, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കരാറിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുകയും, അതായത് ടീകോം പിന്മാറുകയാണെങ്കിൽ ആ നഷ്ടം ഈടാക്കാൻ സർക്കാരിന് വകുപ്പുണ്ടായിരിക്കുകയും അതേസമയം ഇപ്പോൾ നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യേണ്ടി വരിക, ഇതിന് പിന്നിൽ കുറേയധികം ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ UDF സർക്കാർ MOU ഒപ്പിടുന്നു, VS സർക്കാർ കരാർ ഒപ്പിടുന്നു, പിന്നീട് വരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഈ പദ്ധതി ഇടയ്ക്ക് മുടങ്ങിക്കിടന്നു. 2010-ലൊക്കെ അവർ ടീകോം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഒരു നെഗോഷിയേഷനൊക്കെ നടന്നിരുന്നു. അവരെ അക്കാര്യത്തിൽ ഈ പദ്ധതി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി MA യൂസഫലിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു മധ്യസ്ഥത നടന്നിരുന്നു. ഇനി ആ മധ്യസ്ഥതയിലെ വല്ല ധാരണയുമാണോ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ഈ നഷ്ടപരിഹാരം, അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ പോകുന്ന നഷ്ടപരിഹാരം? ഇല്ല, നിങ്ങൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ കരാറിൽ ഏർപ്പെടുന്നത്, ഉമ്മൻചാണ്ടി സർക്കാർ 2005-ലാണ് ഈ കരാർ ഒപ്പിടാനായിട്ടുള്ള നീക്കം നടത്തുന്നത്. അന്ന് VS-ന്റെ നേതൃത്വത്തിൽ വലിയ എതിർപ്പുണ്ടാവുകയും കരാർ ഒപ്പിടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞില്ല. VS സർക്കാർ 2006-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം 2007 മെയ് മാസമാണ് കരാർ ഒപ്പിടുന്നത്. അന്ന് ആ ചർച്ചകൾക്കൊക്കെ പങ്കുവഹിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഭൂമി പാട്ടത്തിന് കൊടുക്കണം. അത് ഈ കരാറിൻ്റെ ഭാഗമല്ല, അത് വേറെ കരാറാണ്. അങ്ങനെ പാട്ടക്കരാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണോ വേണ്ടായോ എന്നുള്ള തർക്കത്തിൽ ഇത് നീണ്ടുപോയി. അത് അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു തർക്കമായിരുന്നു. ഇവിടുത്തെ ബ്യൂറോക്രസിക്ക്, അന്നത്തെ പാർട്ടിയുടെ പല ഫാക്ഷണൽ കാര്യങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. ധനവകുപ്പിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായിട്ടാണ് അനാവശ്യമായ മുട്ടാപ്പോക്ക് പറഞ്ഞ് ഈ കാര്യങ്ങൾ നീണ്ടുപോയത്. ഇതിന് ശേഷം ഈ ടീകോമിന് UDF സർക്കാർ വന്നാൽ ആനുകൂല്യം കിട്ടും എന്നൊരു ധാരണപ്പശകുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാവാം അകാരണമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. അതിന് സഹായകരമായ പല നിലപാടുകളും സംസ്ഥാനത്ത് നിന്നും ഉണ്ടായി. ഞാനിപ്പോൾ അത് വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ആവശ്യം വന്നാൽ വിശദീകരിക്കാം. അങ്ങനെ പോയി ഫ്രീ ഹോൾഡ് സംബന്ധിച്ചുള്ള ഒരു അനാവശ്യ തർക്കത്തിലേക്ക് പോയി. അതായത് അവർക്ക് ഉടമസ്ഥാവകാശത്തിൽ ഭൂമി ലഭിക്കുന്നത് സംബന്ധിച്ച്. ആ തർക്കത്തിൻ്റെ ഒടുവിൽ നമ്മൾ സംസ്ഥാന സർക്കാർ ശാന്തിഭൂഷൻ്റെ കയ്യിൽ നിന്ന് അഭിപ്രായം വാങ്ങുകയും അവർ പരാശരൻ്റെ അടുത്തു നിന്ന് അഭിപ്രായം വാങ്ങുകയും ചെയ്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു നമ്മൾ പറയുന്ന നിലപാടാണ് നിയമപരമായി ശരി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 ഫെബ്രുവരി മാസം ഇവിടെ വന്ന് അവർ പുതുതായി ഉന്നയിച്ച വാദങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മീറ്റിംഗിൽ മിനിറ്റ്സിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് അവർ തിരികെ വന്നത്. ശരി, പക്ഷെ എന്നാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുന്നതിന് പിന്നിൽ എന്താകും ജോസഫ് സി മാത്യു? അങ്ങനെ ഭയമൊന്നും സർക്കാരിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 246 ഏക്കർ സ്ഥലം മാത്രമല്ലല്ലോ, കിൻഫ്ര ഒക്കെ ഏറ്റെടുത്ത് എന്തുമാത്രം സ്ഥലം ഈ കേരളത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നതിലുള്ള വേവലാതിയൊന്നുമാണ് അതിന്റെ പുറകിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് തവണ ഇൻഫോർമലായിട്ട് ജോസഫ് സി മാത്യു ആണ് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഇനി മുതൽ നമ്മളോടൊപ്പമില്ല. അനിൽ ബോസിലേക്ക് പോവുകയാണ്. അനിൽ ബോസ്, ഇതിൽ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു വ്യവസ്ഥയും കരാറിൽ ഇല്ല. അങ്ങനെയല്ല, അവരാണ് പണി മുടക്കിയത്. പക്ഷെ ഇവരിങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. ഈ നഷ്ടപരിഹാരം എന്നൊരു ക്ലോസ് അല്ല യഥാർത്ഥത്തിൽ ഈ കരാറിലുള്ളത് അതുവരെ മുടക്കിയ പണം അത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ടീകോം പിന്മാറിയാൽ കേരള സർക്കാർ മുടക്കിയ പണം അവർ കേരള സർക്കാരിന് ലഭിക്കുക, സർക്കാർ പിന്മാറിയാൽ ടീകോം മുടക്കിയ പണം ടീകോമിന് ലഭിക്കുക.
ഈ നഷ്ടപരിഹാരം എന്നൊരു ക്ലോസ് ഇതിലില്ല എന്ന് 2014 CAG റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷെ ഇതിങ്ങനെ ദുരൂഹമായി വരാനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്ഥാപിത താല്പര്യം. സർക്കാരിന് ഈ പദ്ധതി ഇപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങിയോ VS തുടങ്ങിയോ ആര് കരാർ ഒപ്പുവെച്ചു എന്നത് അവിടെ നിൽക്കട്ടെ. ഇതെന്തായാലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് തുടർച്ചയാണ്. അപ്പോൾ ആ തുടർച്ചയിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ ടീകോം കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്തുന്ന ധാരണ എന്ന് പറയുന്നത് 90,000 ആളുകൾക്ക് ജോലി കിട്ടത്തക്ക തരത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ IT കമ്പനികളെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പദ്ധതി. ഇവിടെ ഈ പദ്ധതി കഴിഞ്ഞ എത്രയോ കാലമായി ഈ ഗവൺമെൻറ് ഇത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചോ? ഇവിടെ ഈ കരാറിൽ എവിടെയെങ്കിലും ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം വേണമെന്നോ ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കുമെന്നോ അല്ലല്ലോ. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് വീഴ്ച വരുത്തുന്നവർ ആണ് ഇതിനകത്ത് ഉത്തരവാദികൾ. ഇപ്പം നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു, 246 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു. നമ്മൾക്ക് 16% ഷെയർ ഗവൺമെൻറ്റുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന ബോഡിയുടെ ഡയറക്ട് ബോർഡിൻ്റെ ചെയർമാൻ. അപ്പം മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു വ്യവസായ സംരംഭം എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ. നമ്മുടെ സ്ഥലം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആ കമ്പനിയുടെ നടത്തിപ്പുമായി മുന്നോട്ട് പോകേണ്ട കരാറുകൾ പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരല്ലേ നഷ്ടപരിഹാരം തരേണ്ടത്? അവരല്ലേ ഗവൺമെൻറ്റിനോട് സമാധാനം പറയേണ്ടത്? അവരുടെ ഇന്റേണൽ തർക്കം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ പറയുന്ന ടീകോം കമ്പനിയിലെ ഭരണസമിതി മാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കമുണ്ടെങ്കിൽ അതിന് സമാധാനം കണ്ടെത്തേണ്ടത് കേരള ഗവൺമെൻറ് അല്ല, നമ്മൾ ആരുമല്ല. അപ്പോൾ അവിടെ ഉണ്ടായ തർക്കമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം ആ കമ്പനി പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ആ കമ്പനി പ്രവർത്തിച്ചിട്ടില്ല. അവർക്ക് ഇവിടെ പുതിയ പുതിയ കമ്പനികളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടിട്ട് ഓടുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി മന്ത്രിസഭാ യോഗം കൂടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടി അതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, റിപ്പോർട്ട് തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങളെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ്, ഇത് വലിയ ഭൂമി കച്ചവടത്തിൻ്റെ, സ്വകാര്യ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ മന്ത്രി രാജീവിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇവരെ ഒഴിവാക്കിയാൽ, ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു വിട്ടാൽ അവിടേക്ക് ഒട്ടനവധി ലോകത്തെ അനന്തമായ സാധ്യതകളുള്ള IT കമ്പനികൾ വരുമെന്നാണ്. എന്തേ ഈ IT കമ്പനികൾ ഇപ്പോൾ വരില്ലായിരുന്നോ? ഈ 8 വർഷക്കാലം ഇവരല്ലേ അധികാരത്തിൽ തുടർച്ചയായിരിക്കുന്നത്? ഇവർക്ക് ഇതേ സ്മാർട്ട് സിറ്റിയിൽ ഇത് ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോളിലുള്ള സ്ഥാപനത്തിൽ ഇപ്പോൾ വരുമെന്നവർ പ്രതീക്ഷിക്കുന്ന IT കമ്പനികളെ എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അവിടെ കെട്ടിടം നിർമ്മിച്ചില്ല, അതുകൊണ്ടാണ് IT കമ്പനികൾ വരാത്തത്. അല്ല, നിലവിൽ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, 90,000 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇപ്പം 80 മുകളിലാണ് പറയുന്നതെങ്കിലും 1 ലക്ഷത്തിന് മുകളിൽ കൊണ്ടുവന്നിടത്ത് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു? എത്ര സ്ഥാപനങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞു? പണി പൂർത്തിയാക്കിയ കെട്ടിടമുണ്ടല്ലോ, മൈക്രോസോഫ്റ്റിന്റെ ബോർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ വന്നു? അതിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു ഇത്രയും കാലമായിട്ടും? അപ്പോൾ ഇത്രയും കാലം ജോലി കൊടുക്കാനും പുതിയ കമ്പനികളും കൊണ്ടുവരാനും കഴിയാത്ത ടീകോമിന്റെ നടപടികളെ എന്തുകൊണ്ട് പരിശോധനാ വിഷയമാക്കിയില്ല കേരള ഗവൺമെന്റ്? അത് എന്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനോ അത് മോണിറ്റർ ചെയ്യാനോ, ഇത് അനന്തമായ സാധ്യതകൾ ഒരു മേഖലയാണ് എന്ന് പ്രത്യേക പരിഗണനയിൽ കാണേണ്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് വീഴ്ച വരുത്തി? ഇതിൻ്റെ അകത്ത് ഞാൻ കുറ്റം പറയാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ വിരോധമോ രാഷ്ട്രീയമായ വ്യത്യസ്തമായ വീക്ഷണമോ വെച്ച് അഭിപ്രായം പറഞ്ഞു പോകുന്നതിലൊന്നും അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്ന കേരള ഗവൺമെന്റും ടീകോമുമായി കരാറുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടീകോം പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഇന്നാണോ ഇവരറിയുന്നത് പ്രവർത്തിച്ചില്ല എങ്കിൽ? അത് മോണിറ്റർ ചെയ്യാൻ, നമുക്ക് വേണ്ടി മോണിറ്റർ ചെയ്യാൻ, കേരളത്തിനാകമാനമുള്ള ജനതയ്ക്ക് വേണ്ടി ഇത് മോണിറ്റർ ചെയ്യാനുള്ള അധികാരം ആരുടെയില്ല. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയല്ലേ ഇതിന്റെ മേൽനോട്ടം. അപ്പൊ അവിടെ തക്കതായ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ, അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നില്ല എങ്കിൽ, അവിടെ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അവിടത്തേക്ക് നിക്ഷേപവുമായി കമ്പനികൾ വരുന്നില്ല എങ്കിൽ, അത് ഏറ്റവും ആദ്യം അറിയേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ആ സ്ഥാനത്തിരിക്കുകയല്ലേ?
ആ 8 വർഷമായി ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ഇന്നാണോ അറിയുന്നത് ടീകോം ഈ കാര്യങ്ങളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ഇന്നാണോ അറിയുന്നത്? അറിയുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ട എന്താ? നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് നമ്മളോട് വെച്ചിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം കമ്പനികളെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും അവിടെ ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുക്കേണ്ടതിന് പകരം എന്തിനാണ് ഈ കമ്പനി ഇതുവരെ മുടക്കിയ പണം അനിൽ ബോസ്, ഈ അവർക്ക് നഷ്ടപരിഹാരം എന്തിനാണ് പോകുന്നത്? അവിടെയാണ് സംശയം. കഴിഞ്ഞ 10-14 വർഷം ഒരു സെക്കൻഡ് എന്ത് ചെയ്തു എന്നും വിശദീകരിക്കാൻ CPM-ന്റെ ഒരു പ്രതിനിധി, സർക്കാരിന്റെ പ്രതിനിധി നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ദൗർഭാഗ്യം. അല്ല, ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടി. ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന് UDF ഗവൺമെന്റ് കാലത്ത് ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥന്റെ പേര് ബാജി ജോർജ് എന്നാണ്. അദ്ദേഹത്തെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്ന കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! 3 ലക്ഷം രൂപ ശമ്പളവും കാറും കൊടുത്ത് ഗവൺമെന്റ് ഈ പറയുന്ന സ്മാർട്ട് സിറ്റിയുടെ വിപുലമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും ഈ ഭൂമി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നെഗോസിയേഷൻ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താ ഇതിൻ്റെ അകത്ത് റോള്? ശരി, ഈ ഉദ്യോഗസ്ഥന് എന്താ താല്പര്യം? ഈ ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്മിറ്റിയിൽ വെക്കുന്നത്? ഇതൊക്കെ വളരെ ദുരൂഹമാണെന്നേ. ഇതിന്റെ അകത്ത് സ്വകാര്യ മുതലാളിമാരുമായി ചേർന്ന് ഈ 246 ഏക്കർ ഭൂമി കൈമാറി അതിന്റെ അകത്ത് ലാഭം എടുക്കുക എന്ന രാഷ്ട്രീയ താല്പര്യം, ജനതാല്പര്യമല്ല, പാർട്ടിക്കകത്തെ കച്ചവട താല്പര്യമാണ്. ഭൂമി തിരിച്ചു മറ്റാർക്കെങ്കിലും കൈമാറാനാണെങ്കിലും എന്തിന് ടീകോമിന് നഷ്ടപരിഹാരം എന്ന ക്വസ്റ്റ്യൻ ഇപ്പോഴും ദുരൂഹമാണ്. ശ്രീ ഷാജി, എന്തിനായിരിക്കും സർക്കാർ അങ്ങനെ ഒരു ഉദാരത ടീകോമിനോട് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നൊരു വാക്കിൻ്റെ എല്ലാ മനുഷ്യർക്കും അറിയുന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടം വരുത്തി വയ്ക്കുന്ന ആളുകൾ, ആ നഷ്ടത്തിന് ഇരയാവുന്ന ആളുകൾക്ക് ഒരു തുക നൽകിക്കൊണ്ട് അവർക്ക് വന്ന നഷ്ടത്തിനെ പരിഹരിക്കുക എന്നുള്ളതല്ലേ. ഇവിടെ ഒരു പൊതുഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് സർക്കാരിൻ്റെ ഭൂമി നൽകി ഒരു സ്വകാര്യ സ്ഥാപനത്തെ 10-13 കൊല്ലം ബിസിനസ് നടത്താൻ ഏൽപ്പിച്ചിട്ട് അവർ അതിൽ നിന്നും ഒരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാക്കാതെ നാടിൻ്റെ വിശ്വാസത്തെ, നാട് നൽകിയ മൂലധനത്തെ കൊള്ളയടിച്ചിട്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഞങ്ങൾക്ക് ലാഭകരമല്ല, ഞങ്ങൾ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകുന്ന ഒരു രീതി, ഇത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതി വന്നിരിക്കുന്നത്? നമ്മൾ നോക്കുക, ഈ 2005 കാലഘട്ടത്തിൽ അന്ന് ഭരിച്ച UDF സർക്കാർ പറഞ്ഞിരുന്നത് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ ബസ്സാണ്. കൊച്ചിയിലുള്ള നമ്മുടെ പൊതുമേഖലയിലുള്ള വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്കിൻ്റെ 100 ഏക്കറിലധികം സ്ഥലമടക്കം ഇങ്ങനൊരു കമ്പനി ടേക്കോം എന്ന് പറയുന്നൊരു കമ്പനിക്ക് നൽകിക്കൊണ്ട് ആ കമ്പനി മൊത്തത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വികസിപ്പിക്കുന്നു. കൊച്ചി മാറുന്നു, കേരളം മാറുന്നു എന്ന് പറഞ്ഞു. നമ്മൾ സമാനമായിട്ടുള്ള മറ്റൊരുപാട് വാഗ്ദാനങ്ങൾ കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കത്തിൻ്റെ തേർഡ് ഫേസ് എന്ന് പറഞ്ഞൊരു അമേരിക്കയിൽ നിന്നുള്ള ടോറസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ അവർ സമാനമായ സ്വഭാവമാണ്, റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, അല്ലാണ്ട് വേറെ IT മേഖലയിലുള്ള നേട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ വരാൻ പോകുന്നത് IT കമ്പനികളൊന്നുമല്ല, ഹോട്ടലുകളാണ്. അങ്ങനെ അത് വിവാദമായി കിടക്കുന്നു. ഒപ്പം തന്നെ സമാനമാണ് ഇപ്പോൾ വല്ലാർപ്പാടത്തും വിഴിഞ്ഞത്തുമൊക്കെ സമാനമായ ഒട്ടും സമഗ്രതയില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, ഉദ്ദേശശുദ്ധിയില്ലാത്ത കരാറുകളുടെ മുകളിൽ വികസനത്തിൻ്റെ അവസാന ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു വികസനത്തിൻ്റെ അവസാനത്തെ ബസ് ഇപ്പോൾ ഓടിയിട്ട് അതെവിടെ എത്തി നിൽക്കുന്നു? 2005 നമ്മൾ ആനയും അമ്പാനയും കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കമ്പനിയെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ച ജോസഫ് സി മാത്യു തന്നെ കുറച്ച് മുമ്പ് എഴുതിയൊരു ലേഖനം ഞാൻ വായിച്ചു. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഈ കമ്പനിക്ക് ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഇല്ല. അവരുടെ ഏറ്റവും വലിയ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. അത് അന്ന് പറഞ്ഞതാണ്, 1/4 നൂറ്റാണ്ട് മുമ്പും പറഞ്ഞതാണ്, ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കയ്യിൽ വിചാരിച്ച പോലെ പണമില്ല, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സോഴ്സിൽ പണം കണ്ടെത്താനുള്ള ശക്തിയില്ല. പിന്നെ ഈ കഴിഞ്ഞ 13 വർഷങ്ങളിൽ 2 വർഷങ്ങളായിട്ട് അവർ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ പണി പറ്റില്ല, നിങ്ങൾ അങ്ങോട്ട് എടുത്തോ. എന്നിട്ട് സർക്കാർ എന്താണ്, ഇത് ജനങ്ങളോട് ചർച്ച ചെയ്യാതെ, ജനങ്ങളുടെ മുന്നിൽ പ്രശ്നം കൊണ്ടുവരാതെ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥ തലത്തിലൊരു തീരുമാനമെടുക്കുന്നു, അതിന് മന്ത്രിസഭ അംഗീകാരം കൊടുക്കുന്നു, നഷ്ടപരിഹാരം നൽകി അവരെ വീരോചിതമായി തിരിച്ചയക്കാൻ പോകുന്നു. ഇത് ഏത് തരത്തിലുള്ള ഒരു ജനാധിപത്യത്തോടുള്ള അക്കൗണ്ടബിലിറ്റിയാണ്? അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പണമെടുത്ത് കൊള്ളയടിച്ചിട്ട് ആ കൊള്ളയടിക്കാൻ കൂട്ടുന്നൊരു തസ്കര സംഘത്തെ വീണ്ടും പണം നൽകി തിരിച്ചയക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വികസന മാതൃകയാണ്? അപ്പം നമ്മളിവിടെ നോക്കണ്ടേ? കാരണം
കഴിഞ്ഞ ഈ കോവിഡിന്റെ കാലഘട്ടം തൊട്ടിട്ട് ആഗോള വ്യാപകമായി തന്നെ ഇപ്പൊ കേരളത്തിലല്ല മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ആഗോള വ്യാപകമായി തന്നെ IT പാർക്കുകളുടെ സങ്കല്പം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം ലെവലിലേക്ക് വലിയ കമ്പനികൾ മാറുന്നു. കമ്പനികളുടെ ഓഫീസ് സ്പേസുകൾ കാലിയായി കിടക്കുന്നു. കേരളത്തിലടക്കം പല IT കമ്പനികളും അവരുടെ സെർവർ വെക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് കെട്ടിടമെടുത്ത് 2 വാച്ച്മാന്മാരെ വെച്ചതിനപ്പുറം ബാക്കി സ്റ്റാഫിനോട് വീട്ടിൽ ജോലി ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വിപുലമായിട്ടുള്ള IT സമുച്ചയം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ സാധ്യതകളെ ഇതിന് മുകളിൽ നൽകുന്ന സകല ആനുകൂല്യങ്ങളെയും പിടിച്ചെടുത്തുകൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ മറുവശത്ത് വരുന്നു. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ മന്ത്രി പറയുന്നു ഇവരെ പോയാൽ പോട്ടെ, ഇതിനേക്കാൾ വലിയ കമ്പനികൾ വരാൻ പോകുന്നു, അവരേറ്റെടുത്തോളും എന്ന് പറയുമ്പോൾ ഇതിനെ പോലുള്ള യഥാർത്ഥ താല്പര്യം റിയൽ എസ്റ്റേറ്റ് ആണ്. നമ്മൾ നോക്കുക, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താ? ഇവിടെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ പരാജയപ്പെട്ടു. അപ്പൊ ഇവിടെ എല്ലാം ഇത് നമ്മുടെ ഈ 4th എസ്റ്റേറ്റ് മാധ്യമങ്ങൾ എന്ന് പറയുന്നു. ഈ 4ാമത്തെ എസ്റ്റേറ്റ് കഴിഞ്ഞ് 5ാമത്തെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അതാണ് റിയൽ എസ്റ്റേറ്റ്. ആ റിയൽ എസ്റ്റേറ്റ് ആണ് കേരളത്തിലായാലും അഖിലേന്ത്യാ തലത്തിലായാലും ഇന്ന് നമ്മുടെ ജനാധിപത്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ടീകോം. ആ ടീകോമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ കയറി നമ്മുടെ സർക്കാരിന് അവരിൽ നിന്നും അവർ നഷ്ടപരിഹാരം വാങ്ങി നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ നഷ്ടത്തിന് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പരിഹാരം വാങ്ങി ഞങ്ങൾ പോകുന്നു. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ്? ഇത് ഏത് തരത്തിലുള്ള സമീപനമാണ്? എന്താണ് ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് സർക്കാരും ഈ സ്വകാര്യ സ്ഥാപനവും നൽകുന്ന ഒരർത്ഥം അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു സന്ദേശം എന്താണ്? ശരി, ഇവിടെ നമ്മൾ നോക്ക്, എത്ര തൊഴിലവസരങ്ങൾ ഇവരുണ്ടാക്കി. ഈ 13 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇവർ ചെയ്യുന്നത് കൊള്ളയടിക്കലാണ്, ഇവർ നാടിനെ പറ്റിക്കുകയാണ്. ഈ പറ്റിപ്പുകാരെ നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇടതുവലത്ത് സർക്കാരുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ലാതെ പോയി. കാരണം രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും ഈ റിയൽ എസ്റ്റേറ്റുകാർക്ക് കീഴടങ്ങിയതാണ് ഇവിടെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. ഇതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലം. ഇത് കാണാതെ നമ്മൾ വെറുതെ മുട്ടുശാന്തിക്ക് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ കേരളത്തില് ജോസഫ് സി മാത്യു തന്നെ നേരത്തെ പറയുണ്ടായി, ഏതാണ്ട് 12ഓളം ഈ സ്വതന്ത്ര സാമ്പത്തിക ഘടനയുള്ള സമാനമായ സ്ഥാപനങ്ങൾ, തട്ടിക്കൂട്ട് കമ്പനികൾ ഇവിടെ അത് വികസിപ്പിക്കാം ഇത് വികസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു വന്നു. കൃത്യമായി VS-ന്റെ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ കാലത്തെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാടുണ്ടായപ്പോൾ, കൃത്യമായ പ്രൊസീജിയർ ഉണ്ടായപ്പോൾ ആ കമ്പനികളെല്ലാം പാട്ടും പാടിപ്പോയി. കാരണം യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല, യാതൊരു തരത്തിലുള്ള മുൻപരിചയമില്ല, യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയില്ല, യാതൊരു തരത്തിലുള്ള വിഷനുമില്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങളുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് പുത്തൻ പണക്കാരുടെ അല്ലെങ്കിൽ സംശയാസ്പദമായ പശ്ചാത്തലമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കുറച്ച് ലൈസണിങ്ങുകാർ വരുന്നു, PR ഏജൻസികൾ വരുന്നു. PR ഏജൻസികൾ നാട്ടുകാരുടെ കുറേ വിജയമന്ത്രങ്ങൾ പറയുന്നു. ഇത് അവിടെ ഞങ്ങൾ വിജയം ഉണ്ടാക്കി, ഇവിടെ ഞങ്ങൾ വിജയം ഉണ്ടാക്കി, ഇത്ര കൊല്ലം കൊണ്ട് കൊച്ചിയെ സിംഗപ്പൂരാക്കും അല്ലെങ്കിൽ കോഴിക്കോട്ടെ ദുബായി ആക്കും എന്ന് പറയുന്ന തരത്തിലുള്ള കുറെ മോഹന വാഗ്ദാനങ്ങൾ തരുന്നു. ഇപ്പോ ഈ കൊച്ചിയെ സിംഗപ്പൂർ ഒന്നും ആക്കണ്ടായിരുന്നു, ഈ കൊച്ചിയെ കൊച്ചിയായിട്ട് അങ്ങനെ നിലനിർത്താൻ ഈ ടീകോമിന് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ആക്കുക 2005-ലും 2006-ലും 2007-ലും പിന്നീട് VS-ന്റെ കാലത്ത് പരിഷ്കരിച്ചപ്പോൾ കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പോലും അവര് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് ബസ്സിന് തടസ്സം നിൽക്കരുത്, ലാസ്റ്റ് ബസ്സിന് ബ്ലോക്ക് ചെയ്യരുത്, റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഇപ്പം നോക്കുക, ഇത്രയധികം VS സർക്കാരിന്റെ കാലത്ത് അതിശക്തമായി ആ മുമ്പെഴുതപ്പെട്ട ആ കരാറിനെ ജനപക്ഷമാക്കാൻ കഴിയുന്നത്ര ചൂഷണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ട് പോലും അവർ ഈ കമ്പനി 13 കൊല്ലം കേരളത്തെ ചൂഷണം ചെയ്തു. നമ്മുടെ പണം മേടിച്ചുകൊണ്ട് അവരിവിടെ നഷ്ടം വരുത്തി വെച്ചു. ഇന്ന് അവർ ഒരു പരിക്കുമേൽക്കാതെ ഈ പൈസയുമായി തിരിച്ചു പോകുമ്പോൾ പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നതിന് സമാനമായിട്ടുള്ള ഒന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറച്ചുകൂടി വലിയ ചൂഷണം മാത്രമാണോ ഈ കരാറിനെ തുടർന്നുണ്ടായത് എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. ശ്രീ NV ബാലകൃഷ്ണൻ തന്നെയാണ് ഈ തസ്കര സംഘങ്ങൾക്ക് അന്ന് നാട്ടുരാജാക്കന്മാരാണ് ഓശാന പാടിയിരുന്നെങ്കിൽ ഇന്ന് ജനാധിപത്യ സർക്കാരുകളാണ്. ശ്രീ NV ബാലകൃഷ്ണൻ ഒന്ന് നോക്കൂ, VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ധാരണാപത്രം ഒപ്പിട്ട ഒരു പദ്ധതിയാണത്. അന്ന് VS അതിനെ എതിർക്കുന്നുണ്ട്. പിന്നീട് വിധി വൈപരീത്യം എന്ന പോലെ VS മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ പദ്ധതി ക്യാരി ഓവർ ചെയ്യേണ്ട ചുമതല VS-ന്റെ പക്കലായി. ഇവിടെ ഷാജി ചൂണ്ടിക്കാട്ടിയതുപോലെ പരമാവധി സംസ്ഥാന താല്പര്യത്തിനനുസരിച്ച് ആ കരാറിനെ മാറ്റിയെടുക്കാൻ VS-ഉം അന്നത്തെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ മൂലധനത്തോട് പാർട്ടിക്കുള്ള വിപ്രതിപത്തി നമുക്കറിയാം. ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഉണ്ടാക്കിയത് സർക്കാരാണ്. ഇവിടെ ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനി വന്ന് IT പാർക്ക് ഉണ്ടാക്കാം എന്നത് അന്നത്തെ CPM-നെ സംബന്ധിച്ച് ദഹിക്കാത്ത കാര്യമാണ്, VS-ന് ഒട്ടും ദഹിക്കാത്ത കാര്യമാണ്. പക്ഷേ ആ സങ്കല്പത്തെ തന്നെ പിന്തുണയ്ക്കുന്ന ആളുകളും അന്ന് VS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. നേരത്തെ കെ ഷാജി ചൂണ്ടിക്കാട്ടിയതുപോലെ 11 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ സംസ്ഥാനത്തെത്തി SEZ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് വ്യവസായ വകുപ്പിൽ നിന്ന് കിട്ടിയ പിന്തുണ, പിന്നീട് VS-ഉം അതുപോലെ അന്തരിച്ച കാനൻ രാജേന്ദ്രനും ഒക്കെ അതിനെ എതിർത്തതൊക്കെ നമുക്കറിയാം. ഇവിടെ യഥാർത്ഥത്തിൽ
തനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു പദ്ധതി ഏറ്റെടുക്കേണ്ടി വരിക, അതിന് കരാർ രൂപീകരിക്കുക, അതിൻ്റെ ഒരു സ്വാഭാവിക ദുരന്തമായി വി എസിൻ്റെ ജീവിതകാലത്ത് തന്നെ അത് കാണേണ്ടി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനകത്ത് ഒരു ഭാഗികമായി സത്യം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ വി എസിന് താല്പര്യം ഉണ്ടായിരുന്നതല്ല, അത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് വെച്ചാൽ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ മൂലധനത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം മൂലധനം വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എവിടെയെങ്കിലും മൂലധന നിക്ഷേപം നടത്തിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി അത് സമ്പത്തായി തന്നെ നമ്മുടെ കേരളയിലൊക്കെ അതിൻ്റെ ഭാഗമാണ്. ലോകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മൂലധനം ഏതെങ്കിലും മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് പമ്പ് ചെയ്യുക, അവിടെ നിന്ന് ഏതെങ്കിലും കിട്ടാവുന്ന രൂപത്തിലുള്ള പലിശയോ കാര്യങ്ങളോ വാങ്ങിയിട്ട് മുതലാളിമാർക്ക് ഈ ഡെഡ് മണിയായി തീരുന്ന ഒരു മൂലധനത്തെ ചലനാത്മകമാക്കാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അതിന് പിന്നിലുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഇപ്പം നേരമില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് വി എസിനെ പോലുള്ള ആളുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യബോധമുള്ള ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. ആ കാലത്ത് വി എസ് ചെയ്തത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഷാജിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള കരാറിലെ ചൂഷണ വ്യവസ്ഥകൾക്ക് പരമാവധി പുറത്തു വരുവാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഇൻഫോ പാർക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക, 100 ഏക്കർ ഭൂമി അവർക്ക് കൊടുക്കുക, കേരളത്തിലെ 8-9 ജില്ലകളിൽ ഈ പ്രവർത്തനം IT പാർക്കിന്റെ പ്രവർത്തനം നടത്താൻ മറ്റാർക്കും അനുമതി കൊടുക്കാതിരിക്കുക, അതിന്റെ പൂർണ്ണമായ മൊണോപ്പൊളി ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ അധികം ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് പിന്നെ അന്ന് വി എസിന്റെ കാലത്ത് ഈ കരാറുണ്ടാക്കിയത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ അന്ന് ഈ ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇൻഫോ പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഇന്നിപ്പം 60,000-ത്തിലധികം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന ഒന്നായിട്ട് ഇൻഫോ പാർക്ക് വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇൻഫോ പാർക്കിനെ വലിയ തോതിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറേ അധികം IT കമ്പനികളെ ഈ നേരത്തെയുള്ള കരാറാണെങ്കിൽ അത് നിർവീര്യമായി പോകുമായിരുന്നു. പക്ഷേ അവർക്കൊക്കെ പ്രവർത്തിച്ച് വളരാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ കരാറുകൊണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ കരാറിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പിന്തുടർന്നു പോകാൻ പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓരോ വർഷവും, അതായത് ടീകോം ഇത് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഓരോ വർഷവും ഇന്നെന്ന കാര്യങ്ങളാണ്, ഇന്നെന്ന വികസന പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്. ഇത്ര കെട്ടിടം ഉണ്ടാക്കണം, ഇന്ന രൂപത്തിലുള്ള മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കരാറിലെ വ്യവസ്ഥകൾ അത് അതത് വർഷത്തിൽ നടപ്പിലാവുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന കേരളത്തിലെ അതിനുശേഷം വി എസിന് ശേഷം ഉണ്ടായുള്ള ഗവൺമെൻറ്റുകൾ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഞാനങ്ങ് വിടുകയാണ്. അതിനുശേഷം പിണറായിയുടെ ഗവൺമെൻറ് ഇത്രയും കാലമായി, പിണറായി ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ നിഷ്കർഷ പുലർത്തേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു ഗവൺമെൻറ് ആണെന്നാണല്ലോ, ഇടതുപക്ഷ ഗവൺമെൻറ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇക്കാലം അത്രയും അവർ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇതിനെ പൂർണ്ണമായി നാശത്തിൽ കൊണ്ടുപോകും. നിങ്ങൾ കാണേണ്ട ഒരു ഇതിനകത്ത് ഏറ്റവും ബേസിക്കായ പ്രശ്നമായി ഞാൻ കരുതുന്നത്, ഇതിന് പിന്നിൽ നേരത്തെ ഷാജിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. ഇവരെ ഇപ്പോൾ ടീകോമിനെ ഇത് ഒഴിപ്പിച്ചെടുക്കും, ടീകോം ചെയ്തില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ടീകോമിനെ ചെയ്യിക്കുന്ന ഒരു പണി ചുമതലപ്പെട്ടവർ ചെയ്തില്ല. അവസാനം ഇപ്പോൾ എന്താണ്, ടീകോം ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ടീകോം നമുക്ക് നഷ്ടപരിഹാരം തന്നു പോകുന്നതിന് പകരം ടീകോമിന് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ തോതിലുള്ള പണമിടപാടുകൾ നമുക്ക് നടത്താൻ പറ്റും. വലിയ തോതിലുള്ള കമ്മീഷനും കാര്യങ്ങളും ഒക്കെ പല കൈമറിയുന്ന ഒരു സൗകര്യം ഉണ്ടാക്കും. രണ്ടാമത് പ്രശ്നം ഞാൻ അതിനൊക്കെ അപ്പുറത്തോട്ട് കാണുന്നത്, ഏത് വിധേനയും ഇവരെ ഒന്ന് ഒഴിപ്പിച്ചെടുത്തതിന് ശേഷം ആ ഭൂമി ചില ആളുകളുടെ കൈകളിലേക്ക്, ആളുകളുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ഭരണത്തിൻ്റെ അണിയറകൾ അതിനുവേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ കേരളത്തിലെ ഭരണകക്ഷിക്കും മുഖ്യമന്ത്രിക്കൊക്കെ തൽപരരായിട്ടുള്ള ചില മുതലാളിമാരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണത്തിനുള്ള ഉപാധികളായി അതിൻ്റെ കമ്മീഷനും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാക്കി നടത്തുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഉയർത്തി കാണിക്കേണ്ട പ്രശ്നം എന്താണ്, ഈ ഇത്രയും വർഷങ്ങളായിട്ട് അവർ ടീകോം നടപ്പിലാക്കേണ്ട കരാറുകൾ നടപ്പിലാക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ ഇടപെടാതിരുന്നത്? അവരെ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാതിരുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇതൊക്കെ ഈ പറഞ്ഞതുപോലുള്ള കമ്മീഷൻ കൈമറിയുന്ന ബിസിനസ്സാക്കി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതിൻ്റെ അനുബന്ധ സംഗതികളും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ
അവർക്കുണ്ട്. അതാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ വിമർശനം വരുന്നത് നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പരിശോധിച്ചാൽ അറിയാലോ, ഏറ്റവും അവസാനം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഈ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ആളുകാരാണ്. നേരത്തെ ജോസഫ് സി മാത്യുവിന്റെ പേരൊക്കെ പറഞ്ഞു. ജോസഫ് സി മാത്യു ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ കരാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ടീകോമിന് അനുകൂലമായി അന്ന് സംസാരിച്ച ആളുകളെ കരാറിന്റെ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതായി കാണാം. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ അന്ന് ഈ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ജോസഫ് സി മാത്യു ഉൾപ്പെടെയുള്ള അന്നത്തെ IT രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള IT രംഗത്ത് വളരെ കൃത്യമായ നിലപാടുകളുള്ള ആളുകളെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വളരെ കൃത്യമായ ഒരു അജണ്ടയുടെയും ഉദ്ദേശത്തിൻ്റെയും ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലധന താല്പര്യങ്ങളുമായി ലോകത്തിലാകെ മൂലധനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുടെ ഭാഗമായി ഒരു ഉൽപ്പന്നത്തിനകത്ത് നിക്ഷേപിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ലോകത്തിലാകെ വിതരണം ചെയ്ത് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അത് മൂലധന പുനർനിക്ഷേപമാക്കി മാറ്റി അങ്ങനെ വികസിക്കുന്ന ഒരു മുതലാളിത്തം ഇന്ന് ലോകത്തില്ല. അത് വലിയ പ്രതിസന്ധിക്ക് ലോകത്തിലെ മുതലാളിത്തം പോയി. അങ്ങനെ മുതലാളിത്ത പ്രതിസന്ധി വരുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാൽ വൻതോതിലുള്ള പണം ബാങ്കുകളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള ബാങ്കുകളിലും മറ്റ് ഫൈനാൻസ് സ്ഥാപനങ്ങളിലൊക്കെ ആയി കുമിഞ്ഞുകൂടുകയും നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അത് നമ്മളിപ്പോൾ ബലൂൺ എക്കണോമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ, അതായത് ഷെയർ മാർക്കറ്റിൽ അതുപോലെ തന്നെ മണി ബിസിനസ്സുകളിൽ അങ്ങനെയൊക്കെ നിക്ഷേപിച്ച് ഏതെങ്കിലും തരത്തിൽ ചലാത്മകമാക്കാൻ നോക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വന്നത്. അതിന്റെ പിന്നിൽ വലിയ ഈ തരത്തിലുള്ള കമ്മീഷൻ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതേ സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ പുതിയ കരാറിലേക്ക് പോയി നിലവിലുള്ളതിനെ ഒന്ന് ഒഴിവാക്കി പുതിയൊരു കരാറിലേക്ക് പോയാൽ പുതിയ കമ്മീഷൻ എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ഭരണാധികാരികൾ ഒരു ബ്രേക്ക്. ഈ കരാർ ഒപ്പിട്ടത് VS-ന്റെ കാലത്താണ്. പിന്നീട് ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ടീകോമിൽ ഒരു നയപരമായ വ്യതിയാനം വന്നു. വ്യതിയാനം എന്ന് പറഞ്ഞാൽ ദുബായിക്ക് പുറത്ത് മറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയോ പദ്ധതികൾ ഏറ്റെടുക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് അവർ തീരുമാനിക്കുകയും അവരതിൽ മടിച്ചു നിൽക്കുകയും ചെയ്ത സമയത്ത് പിന്നീട് ഒരു നെഗോഷിയേഷൻ ഉണ്ടാവുകയും അവർ വീണ്ടും ആ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് കുറേ മുന്നോട്ട് പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മടിച്ചു നിന്ന് അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണോ ഈ ദുരന്തത്തിന് കാരണം? അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. നിലവിൽ 2005, 2006 കാലഘട്ടത്തിൽ തുടങ്ങി മുന്നോട്ട് വന്ന കാലത്ത് ഇവിടെ സംസാരിച്ചപ്പോൾ മിസ്റ്റർ ബാലകൃഷ്ണനാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ പറയേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിനെയും പ്രതിപാദിച്ച് തന്നെ പോകണം. എന്തിനാ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒഴിവാക്കുന്നത്? ഈ കരാർ ഒപ്പിട്ടതിന് ശേഷമുള്ള തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് അവിടെ പണിതാരാ? ഇപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നെങ്കിൽ ഏതാണ്ട് 10,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയതാരാ? അതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തല്ലേ? അതിൻ്റെ അകത്ത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ വരികയും അതിനെതിരെ LDF സമരം ചെയ്യുകയും ചെയ്തു. ഈ പറയുന്ന ടീകോം കമ്പനിക്ക് ഒരു നിശ്ചിത ഭൂമി സ്വതന്ത്ര അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞൊരു ആവശ്യം അവർ ഉന്നയിച്ചു. ആ ഗവൺമെന്റ് കാലത്ത് LDF അതിനെതിരായിട്ട് ശക്തമായ സമരം ചെയ്തു. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിലൂടെ അവിടെയാണ് അവർ അമാന്തം കാണിച്ചത്. ടീകോം എന്ന് പറയുന്ന സ്ഥാപനം അവിടെ അമാന്തം കാണിച്ചു. അവർ പറഞ്ഞ ഡിമാൻഡിന് ഉമ്മൻചാണ്ടി സർക്കാർ നിന്നുകൊടുത്തുമില്ല, നിന്നുകൊടുക്കാനും തയ്യാറായില്ല. ജനങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും അതോടൊപ്പം മറ്റ് വിദഗ്ധാഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയത്. തൊഴിലവസരം ഉണ്ടാക്കുന്ന കാര്യത്തിലോ അവിടെ കെട്ടിടം നിർമ്മിക്കുന്ന കാര്യത്തിലോ ആ പദ്ധതിക്ക് പരമാവധി വളർച്ച ഉണ്ടാക്കുന്ന കാര്യത്തിലോ 5 വർഷക്കാലം ഇരുന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഒരലംഭാവവും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത്രയും സാധ്യതകൾ ഉണ്ടായത്. നമ്മൾ എത്ര പേർക്ക് ജോലി കൊടുക്കണമെന്ന് നമ്മുടെ സങ്കല്പം സ്വപ്നം 90,000, 10,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്നു. അതിനാവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കി. പ്രാഥമികമായി 2 കെട്ടിടമാണ്. ആ 2 കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ ആ ഗവൺമെന്റ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ചതിന് ഗുണമുണ്ടായിട്ടുമുണ്ട്. പക്ഷേ എഗൈൻ ഈ ടീകോം കമ്പനി കൊണ്ടുവന്നിട്ടുള്ള അഡീഷണൽ ഡിമാൻഡുകളുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ കാരണം ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചതാണ്. ആ കമ്പനിയുടെ നേതൃതലത്തിലുണ്ടായ തർക്കവും അധികാരമാറ്റവും പിന്നീട് പണം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ കമ്പനികളെ കൊണ്ടുവരുന്നതിനുമുള്ള ടീകോമിന്റെ വീഴ്ച. ഈ 2 വീഴ്ചകളും തുടക്കത്തിൽ കണ്ടപ്പോൾ ഗവൺമെന്റ് മാറിയിരിക്കുന്നു.
ആ ഗവൺമെന്റ് മാറി വന്നപ്പോൾ തുടർ ഗവൺമെന്റ് ആരാണ്? ചീഫ് മിനിസ്റ്റർ, എക്സ് ഓർ വൈ ആരുമായിക്കൊള്ളട്ടെ, ചീഫ് മിനിസ്റ്റർ ആണല്ലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും തുടർന്ന് വന്ന ഗവൺമെന്റ് എന്നുള്ളതിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ചെയ്തു? ഇല്ലെങ്കിൽ ആ കമ്പനി ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിച്ചപ്പോൾ അതിനെ പരിശോധിക്കാനും മോണിറ്റർ ചെയ്യാനും അവരെ താക്കീത് ചെയ്യാനും അതിന് കൂടുതൽ ജാഗ്രതയായി പ്രവർത്തിക്കാനും എന്ത് നടപടി സ്വീകരിച്ചു? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, ഉത്തരവാദിത്തമില്ലായ്മ ഏറ്റവും പ്രധാനമായ വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാണിക്കുന്ന ഒരു വക്രത ഉണ്ടല്ലോ, ഒരു വക്രബുദ്ധിയാണ് ഇപ്പോൾ ക്യാബിനറ്റിന്റെ തീരുമാനമായി പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമല്ലേ, ഇപ്പം ഇൻഫോ പാർക്കിന്റെ കാര്യം പറഞ്ഞു. ഇൻഫോ പാർക്കിൽ 60,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് 152-ലധികം സ്ഥാപനങ്ങൾ സ്ഥലമില്ലാതെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇവരെ 246 ഏക്കർ ഭൂമിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കുമ്പോൾ, ഇവരൊഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ഇൻഫോ പാർക്കിന് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷകൾ പെൻഡിങ്ങിലുള്ളപ്പോൾ അത് പരിശോധിച്ച് പരിഗണിച്ച് അനുവദിക്കേണ്ടതിന് പകരം സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരും എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുടിലതന്ത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മാഫിയ, സ്വകാര്യ ധന താല്പര്യം എന്നൊക്കെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇനി പുതിയൊരു പ്രൊജക്റ്റായി പ്രഖ്യാപിക്കാതെ ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? അല്ല, അത് മാത്രമല്ലെന്നേ, ഇൻഫോ പാർക്കിന്റെ എന്നല്ല, അതൊക്കെ പോളിസി നമ്മൾ ചർച്ച ചെയ്യട്ടെ. അതിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യട്ടെ. ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന പൊതുവിഷയമല്ലേ. ഒരു കാര്യം അജിം അറിഞ്ഞിരിക്കണം, സ്മാർട്ട് സിറ്റി എന്ന നാമം പോലും ഉപയോഗിക്കാൻ കഴിയില്ല. ഈ ടീകോം പിരിഞ്ഞു പോകുമ്പോൾ ഈ തുടർച്ചയിൽ സ്മാർട്ട് സിറ്റി എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. അതൊക്കെ എഗ്രിമെന്റിലുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. അപ്പൊ ആ ഇന്റർനെറ്റ് സിറ്റിയുടെ സമാന മാതൃകയിൽ ഇവിടെ സ്മാർട്ട് സിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാര്, പുതിയ തലമുറ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. ആ നോക്കിക്കാണുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, ആ പ്രത്യാശകൾ, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റല്ലേ നമുക്കിപ്പോ ടീകോം കമ്പനിയുടെ പുറകെ പോകാൻ പറ്റുമോ? ഗവൺമെന്റിനാണ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഉള്ള ഗവൺമെന്റ് ഈ കാര്യത്തിൽ 100% വീഴ്ച വരുത്തിയെന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഗവൺമെന്റ് താല്പര്യം ഭൂമി കച്ചവടത്തിലാണ്. പുതിയ സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരും. എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. ഇപ്പൊ ഇൻഫോ പാർക്ക് വളരെ നന്നായി മുന്നോട്ട് വരുന്നു. ആ ഇൻഫോ പാർക്കിൽ ഇപ്പോഴും അപേക്ഷ കെട്ടിക്കിടക്കുന്നു. പുതിയ സ്ഥലങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയെങ്കിൽ അതിനുപയോഗിച്ചാൽ എന്താ തെറ്റ്? അത് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതിന് പകരം അവിടെ സ്വകാര്യ താല്പര്യം എന്താ? സ്വകാര്യ താല്പര്യം എറണാകുളം ലോബി എന്ന് നിങ്ങൾക്കറിയാലോ. മന്ത്രി പി രാജീവ് ഒക്കെ സംസാരിക്കുമ്പോൾ ബുദ്ധിജീവിയും ആശയതൃഢതയും വലിയ അച്ചടി ഭാഷയിലും ഒക്കെ സംസാരിക്കുമെന്നല്ലാതെ നിങ്ങളൊന്ന് അന്വേഷിക്കുക എറണാകുളത്തെ ഏറ്റവും വലിയ ഭൂമാഫിയ ആരാണെന്ന്. ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവട ഏജന്റുമാരുടെ ഭാഗമായി നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഈ മന്ത്രിയുടെയൊക്കെ മൂടുപടം അപ്പോൾ പൊളിഞ്ഞു വീഴും. എറണാകുളത്ത് നടക്കുന്ന മുഴുവൻ വസ്തു കച്ചവടത്തിന്റെയും പിന്നിൽ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അപ്പോൾ ഈ മന്ത്രിയുടെ റോൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോ ചെറിയ കാര്യമല്ല, മന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ പോലും എറണാകുളത്തെ റിയൽ എസ്റ്റേറ്റ് ലോബിയെ നിയന്ത്രിക്കുന്നതിന് പങ്കാളിത്തം നൽകുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ 246 ഏക്കർ ഭൂമി അതിന്റെ സാധ്യതകൾ കണ്ടുകൊണ്ട് സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടുന്നതെന്ന് നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം കേരളം. ശരി, ചെറിയ കാര്യമല്ല. ഇതൊരു രാഷ്ട്രീയമായി ഭരണപ്രതിപക്ഷ തർക്കമായി മാറ്റുക എന്നതിനപ്പുറം വലിയ ഒരു തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണണം. അതിന് നമ്മുടെ കരുതൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇത്തരം ചർച്ചകൾ ഉപകരിക്കപ്പെടേണ്ടത്. ശരി, ശ്രീ കെ ഷാജി, ഈ അനിൽ ബോസ് പറയുന്നൊരു കാര്യം, എങ്ങനെയാണ് വൻകിട പദ്ധതികൾ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളായി പരിണമിക്കുന്നത് എന്നത് ഇതേ കാലത്ത്, ഈ 2007, 2008, 2009 കാലത്ത് എറണാകുളം ജില്ലയിൽ ഒരു ചിപ്പ് ഇലക്ട്രോണിക് സിറ്റി, ഈ സ്മാർട്ട് സിറ്റി മാതിരി തന്നെ ഇലക്ട്രോണിക് സിറ്റി, ആമ്പല്ലൂരോ മറ്റോ ആണെന്നാണ് എനിക്ക് ഓർമ്മ. അതിനുവേണ്ടി ഒരു കൊറിയൻ കമ്പനിയോ മറ്റോ വരുന്നു, ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ജില്ലാ കളക്ടർ തന്നെയാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ യോഗത്തിലുള്ളത്. ആ യോഗം കഴിഞ്ഞ് പുറത്തു വന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, അവരെന്തിനാണ് അതിൽ പങ്കെടുത്തതെന്ന് എനിക്കറിയില്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നോട് പറഞ്ഞത്, എന്തിനാണ് ഈ മീറ്റിങ്ങിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ എന്ന് ഈ കൊറിയൻ കമ്പനിയുടെ പ്രതിനിധികൾ ചോദിച്ചു. നിങ്ങളുടെ കളക്ടർ തന്നെ നല്ല ബ്രോക്കറാണല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിരവധി പേരെ കുടിയൊഴിപ്പിച്ച് അവരുടെ പുനരധിവാസം തന്നെ വലിയ സമരത്തിലൂടെയാണ് നേടിയെടുത്തത്.
നിരവധി ആളുകളെ കുടിയൊഴിപ്പിച്ച് ഈ 246 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അതിന് പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി നൽകി ഒരു IT പാർക്ക് അവിടെ വരാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി. ഇനി ഈ ഭൂമി തിരിച്ചെടുത്താൽ നിലവിൽ അതിനുള്ള പ്രത്യേക സാമ്പത്തിക മേഖലാ പദവി നിലനിൽക്കുമോ? ഇനി അതല്ല, ആ ഭൂമി ഏറ്റെടുത്തിട്ട് ഇവിടെ അനിൽ ബോസ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഹോട്ടലും ആശുപത്രിയും സ്കൂളും തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിയമപരമായി സർക്കാരിന് കഴിയുമോ? ഇവിടെ നമ്മൾ നോക്കുക, കാൽനൂറ്റാണ്ട് മുമ്പ്, അതായത് 2005 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അന്നത്തെ സർക്കാർ ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി വരുന്നു എന്ന് പറഞ്ഞ നാൾ മുതൽ 2007 അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് വരെ അന്നത്തെ കേരളത്തിൻ്റെ ഒരു ജാഗ്രതയുടെ മുഖമായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്. ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വാർത്ത കേട്ടപ്പോൾ സീനിയർ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയും പറയുന്നു ഇതൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് ആർക്കും തർക്കമല്ല, അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും കാലാകാലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ മടികളുണ്ടായിരുന്നെങ്കിലും എല്ലാവരും ഇപ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് വരിക. ഈ പദ്ധതി തുടങ്ങുന്ന കാലത്ത് VS അച്യുതാനന്ദനും ജോസഫ് സി മാത്യുവും ഒക്കെ ഈ പദ്ധതിക്കെതിരെ വലിയ സമരമുഖം തുറന്ന കാലത്തും മിണ്ടാതിരുന്ന വളരെ തന്ത്രപൂർവമായ മൗനം ദൂഷിച്ച ഒരാളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ. ഇന്ന് അദ്ദേഹം IT വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഇന്ന് P രാജീവല്ല മറുപടി പറയേണ്ടത്. ഈ കാര്യത്തിൽ ഇത്ര നാളായി നടന്നിട്ടുള്ള ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ പൊതു താല്പര്യങ്ങൾ എവിടെയെല്ലാം അത് ഇല്ലാതായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കമ്പനി ഏതെല്ലാം തരത്തിൽ നാടിന് ദ്രോഹം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ ദ്രോഹങ്ങൾ ഇല്ലാതാക്കി നാളെയിലേക്ക് കേരള സമൂഹത്തിന് വേണ്ടി ഈ സ്ഥാപനത്തെ ഞങ്ങൾ പരിവർത്തനപ്പെടുത്തുക, ഇതിനനുവദിച്ച ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾ തിരിച്ചു പിടിച്ച് ഞങ്ങൾ ഇതെങ്ങനെയാണ് മാറ്റാൻ പോവുക എന്ന് ഈ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത IT വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന് മാത്രമാണ്. അദ്ദേഹം എപ്പോഴും മിണ്ടുന്നില്ല. മറുവശത്ത് രാജീവ് പറയുന്നു വേറെ ഏതൊക്കെ കമ്പനികൾ വരാൻ പോകുന്നുണ്ട്, അതാരാണെന്ന് നമുക്ക് യാതൊരു ഊഹവുമില്ല. ഇതിനിടയിൽ ഒരുപാട് ആളുകൾ സർക്കാരിൻ്റെ അടുത്ത് വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചു ഇതിൻ്റെ പിന്നിൽ ആരാണ്, ഈ ടീകോം കമ്പനിക്ക് എന്തുമാത്രം മൂലധനം ഇവിടെ ഇറക്കിയിട്ടുണ്ട്, ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം കഴിഞ്ഞ 13 കൊല്ലങ്ങളിലും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സ്വകാര്യ സ്ഥാപനമായിട്ടുള്ള ഈ ടീകോം എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല, കാരണം ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമല്ല ആ കമ്പനി എന്നതുകൊണ്ട് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ പോലും തള്ളിക്കളഞ്ഞ ആളുകളാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശാല പൊതു താല്പര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാ കാലത്തും പറയുന്നത് ഞങ്ങൾ വിശാലമായ പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഈ IT സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള വിശാലമായ പൊതു താല്പര്യങ്ങളാണ് കാലാകാലങ്ങളിലായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നിട്ടുള്ള സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്? കേരളത്തിൻ്റെ ഒരു IT ഉപദേഷ്ടാവെന്ന നിലയിൽ VSൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ജോസഫ് സി മാത്യുവിനെ പോലുള്ള ആളുകളുടെ ചില ആത്മാർത്ഥമായ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഈ നാട് തട്ടിപ്പിനിരയാകാതെ പോയത്. ഇപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കമ്പനികൾ, കൊറിയൻ കമ്പനിയുടെ പ്രതിനിധി വരെ കലക്ടറുടെ നോമിനിയായിട്ട് വന്നിരിക്കുന്ന തട്ടിക്കൂട്ട് ബിസിനസ് സംരംഭങ്ങൾ മുതൽ ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ 3rd ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് IT കമ്പനികളൊന്നുമല്ല വരാൻ പോകുന്നത്. ഒരുപാട് മൾട്ടിപ്ലക്സുകൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്, വലിയ വലിയ സമ്പന്നന്മാർക്ക് താമസിക്കാൻ പറ്റുന്ന വലിയ തരത്തിലുള്ള അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എവിടെ വരുന്നു? തണ്ണീർത്തടങ്ങൾ നികത്തിക്കൊണ്ട്. എവിടെ ജനങ്ങളുടെ അതിജീവനത്തിന് തിരുവനന്തപുരം പോലത്തെ ഒരു നഗരത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ അടക്കം ഉത്തരമാകേണ്ടുന്ന പരമ്പരാഗതമായി ഇവിടുത്തെ ജനസമൂഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അടിസ്ഥാന വിഭവങ്ങളെ ചൂഷണം ചെയ്ത് അതിനെ മണ്ണിട്ട് നികത്തി ഞാൻ പോയി കണ്ടതാണ്. അതിൻ്റെ മുകളിലാണ് ടോറസ് എന്ന് പറയുന്ന അമേരിക്കൻ കുത്തക കമ്പനി വന്നിട്ട് അവിടെ ഈ പുതിയ 3rd ഫേസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ EP ജയരാജൻ പറയുന്നത് പോലെ അമേരിക്ക അവിടെ നിന്ന് പോസ്റ്റ് മോഡേണിസ്റ്റുകളെല്ലാം ഇവിടെ ഈ കേരള കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടി വിടുന്നത് ഇത്തരത്തിലുള്ള ടോറസ് പോലുള്ള പ്രതിലോഭപരമായ കമ്പനികളെയാണ്. അപ്പോൾ ഈ നാളെ ടോറസ് പോലുള്ള സമാന സ്വഭാവമുള്ള കുറേ ആഗോള കുത്തകകളാണ് ഈ ടീകോം ഒഴിവായി പോകുന്നിടത്തേക്ക് വരുന്നതെങ്കിൽ അവരേത് തരത്തിലുള്ള IT വികസനമാണോ, റിയൽ എസ്റ്റേറ്റ് വികസനമാണോ, നമ്മളീ പറഞ്ഞ പോലെ മൾട്ടിപ്ലക്സുകളാണോ? കാരണം എറണാകുളത്തിന് ഇനിയും മൾട്ടിപ്ലക്സുകളാകാമെന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ ഒരു വാദം. അല്ലെങ്കിൽ അവിടെ കുറേ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാകുന്നു, വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ ഉണ്ടാകുന്നു. നമ്മുടെ വികസന സങ്കല്പങ്ങളൊക്കെ എങ്ങനെയല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ ഏറ്റവും വലിയ മുതലാളിമാരുടെ താല്പര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സംരക്ഷിക്കൂ എന്നിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ അത്?
അതുകൊണ്ടല്ലേ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൽ 10% ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കും എന്നല്ലല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തോതിൽ സ്റ്റാർട്ടപ്പായിട്ട് IT മേഖലയിൽ പ്രവർത്തിച്ച് വലിയ വിജയം നേടിയ 10 മലയാളികൾക്ക് അല്ലെങ്കിൽ 100 മലയാളികൾക്ക് ഈ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ നിർമ്മിച്ച കെട്ടിടത്തിന് ഒരു ഭാഗം നൽകി അവരെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സാമൂഹിക ഞങ്ങൾ വലിയ കമ്പനികളെ കൊണ്ടുവരുന്നല്ലേ പറയുന്നത്. ഇൻഫോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഉപയോഗിക്കാമല്ലോ. ഉപയോഗിക്കാമല്ലോ. കാരണം ഈ ഇൻഫോ പാർക്ക് നമ്മൾ നോക്കുക, ഈ കമ്പനി തുടങ്ങുന്ന കാലത്ത് ഇൻഫോ പാർക്ക് അവർക്ക് കൊടുക്കാനിരുന്നതാണ്, സൗജന്യമായി കൊടുക്കാനിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും വലിയ മൂലധന നിക്ഷേപത്തിലൂടെ ഇത്രയും വലിയ കമ്പനികൾ വന്ന് ഇത്രയും നല്ല വർക്ക് ഫോഴ്സ് ഉണ്ടായത് വളർന്നിരിക്കുന്നത്. അവരുടെ തന്നെ വികസനത്തിന് കൊടുത്താൽ ഇൻഫോ പാർക്കിനെ അവിടെ വലിയൊരു പാർക്കാക്കി വളർത്തി കേരളത്തിന്റെ തന്നെ അഭിമാനമാക്കി മാറ്റാൻ പറ്റുമല്ലോ. വളരെ എളുപ്പമല്ലേ, പുറമേ നിന്ന് ആരും വരേണ്ടതില്ല. ഇതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ സുതാര്യമായി സിസ്റ്റമാറ്റിക്കായി ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതില് ഈ പറയുന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. നാളെ രാവിലെ മുഖ്യമന്ത്രി വന്നിട്ട് പറയുന്നു ഞങ്ങൾ സർക്കാർ സംവിധാനത്തിന് കീഴിൽ ഇൻഫോ പാർക്കിന്റെ കീഴിൽ നീതിയുക്തമായി സുതാര്യതയോടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾ ഉപയോഗിക്കുന്നു പറയും. ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പറയാതെ ഇതിനെല്ലാം വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇത് മൂലധന ശക്തികൾക്ക് അടിയറ വയ്ക്കാൻ പോകുന്നതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ ഈ ആശങ്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും. ഇവിടെ ഉത്തരവാദിത്വമുള്ള സർക്കാർ, ഇവിടുത്തെ ഒരു ജനാധിപത്യ സർക്കാർ, ജനങ്ങളുടെ വോട്ട് മേടിച്ചു വന്ന സർക്കാർ ചെയ്യേണ്ട ജനഹിതത്തിനൊപ്പം നിൽക്കുക. അവിടെയാണ് വിശാലമായ ശ്രീ എൻ വി ബാലകൃഷ്ണൻ, വലിയ പദ്ധതികൾ, ഈ വലിയ പദ്ധതികൾ എപ്പോഴും സർക്കാരുകളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ്. അത് ഏത് സർക്കാരായാലും അതിന് പലതരത്തിലുള്ള ആകർഷണങ്ങളുണ്ട്. ഒന്നൊരു വലിയ പദ്ധതി ഞങ്ങൾ നടപ്പാക്കി എന്ന ഒരു ക്രെഡിറ്റ് എടുക്കാം. മറ്റൊന്ന് വലിയ പദ്ധതികൾക്ക് പിന്നിൽ കമ്മീഷനുണ്ട്, മൂലധന താല്പര്യങ്ങളുണ്ട്, മറ്റ് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതൊരു വലിയ പദ്ധതിയായിട്ടും ഇതിനോട് ഒരു സർക്കാർ ആർത്ഥത്തിൽ പോലും ഒരു എന്താണ് പറയുക, ഒരു അടുപ്പം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇത് VSന്റെയും ഉമ്മൻചാണ്ടിയുടെയും മാനസപുത്രൻ ആയ ഒരു പദ്ധതിയാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പിണറായി വിജയന് തോന്നിക്കാണോ? അങ്ങനെയാണോ? അങ്ങനത്തെ ഒരു ഈഗോയിൻ്റെ ഒന്നും പ്രശ്നമല്ല അതിനകത്തുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2005 കാലം കുറേ മാറിയല്ലോ. 2005 കാലത്ത് നടന്നിട്ടുള്ള കുറേ ഇടപാടുകളുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പുതിയ ഗവൺമെൻറ്, പുതിയ മുഖ്യമന്ത്രി, പുതിയ മന്ത്രിമാർ, അതുപോലെ തന്നെ പാർട്ടി സംവിധാനങ്ങൾ, അതുപോലെ മുതലാളിമാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പുതിയതാണ്. ഈ പുതിയ ടീമിന് കാശ് കിട്ടുക എന്നുള്ളതാണല്ലോ പ്രശ്നം. അവരുടെ കയ്യിലേക്ക് കമ്മീഷൻ വരിക എന്നുള്ളതാണല്ലോ. ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും ഈ പറയുന്ന ടീകോം ചെയ്യേണ്ട ജോലികൾ അവരെ കൊണ്ട് ചെയ്യിച്ച് പടിപടിയായി വികസിപ്പിച്ച് എവിടെയെങ്കിലും ചില പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കണ്ടെത്തി പരിഹരിച്ച് അത് ജനങ്ങളെ കൂടി ഇടപെടിയിച്ചു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണല്ലോ. നേരത്തെ അനിൽ ബോസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയെ വിട്ടുകളഞ്ഞതല്ല, ഉമ്മൻചാണ്ടിയെ വിടണമെന്നുള്ള അർത്ഥത്തിലുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പൊതുവെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലത് ഒരു ബൂർഷ്വാ ഗവൺമെൻറ് ആണെന്നാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഒരു ബൂർഷ്വാ ഗവൺമെൻറ്റായി നിൽക്കാൻ, ബൂർഷ്വാ താല്പര്യങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നാണല്ലോ സങ്കല്പം. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ആ നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം പുതിയ മുതലാളിമാരുടെ കയ്യിലേക്ക്, പുതിയ മുതലാളിമാർ ആരാണെന്നൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. കേരളത്തിൽ അറിയാം. കേരളത്തിൻ്റെ അണിയറയ്ക്കകത്ത് ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ ടീമുണ്ട്, അവരുടെ സംവിധാനങ്ങളുണ്ട്. അവർക്കൊക്കെ കേരളത്തിൽ ആവശ്യത്തിന് ഭൂമി കൊടുക്കണമെങ്കിൽ ഈ സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഇടപാടുകൾ നടക്കും. അവരുടെ നിക്ഷേപമായി വരുന്ന പണം ആരുടേതാണെന്നുള്ള പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നത് നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാണണം. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രം കണ്ടാൽ പോരാ ഈ പ്രശ്നങ്ങളെ. ഇത് ആഗോള മൂലധനത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കൂടി കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറ്റൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ കേരയിൽ എന്ന് പറയുന്ന സംവിധാനം. കേരയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണല്ലോ. വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കൺഫ്യൂഷൻ്റെ ഒന്നും പ്രശ്നമൊന്നും അതിനകത്തില്ല. വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ജൈക്ക എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വലിയ തുക
തുക നമുക്ക് വായ്പ എന്നയുടെ ലേബിൾ ഒട്ടിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ധനവിനിയോഗങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കിക്ക് ബാക്കുകളും സംഭവിക്കുന്നു എന്നതാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഈ മേഖലയിൽ മാത്രം, IT മേഖലയിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നിങ്ങൾ കേരളത്തിലെ റോഡ് നിർമ്മാണമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ, വിദേശത്തു നിന്ന് ഒരു വായ്പ കിട്ടുന്നതിനാവശ്യമായ ഒരു പദ്ധതി ഒത്തു കിട്ടിയാൽ അത് ഇപ്പം നല്ല റോഡായാലും ശരി, കുത്തിപ്പൊളിച്ചൊരു പുതിയ റോഡ്, ഞങ്ങൾ ആ കുറേയും കൂടി സൗകര്യമുള്ള വലിയ റോഡ് ഉണ്ടാക്കുകയാണ്, വികസനമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ഒരു പക്ഷേ ഒന്ന് കണ്ണു മഞ്ഞളിച്ച് നിൽക്കും. പക്ഷെ നിങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിലോട്ട് പോയി നോക്കിയാൽ ഇത്തരത്തിലുള്ള വിദേശ പണം, ആ വിദേശ ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വന്നുകൊണ്ടിരിക്കുന്ന പണം, ആ പണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കിക്ക് ബാക്കുകൾ, ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ വളരെ താല്പര്യങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മൾ കാണണം. അതിൻ്റെ ഒരു മറ്റു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊക്കെ പ്രതിരോധം തീർക്കേണ്ട ഒരു പ്രസ്ഥാനമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. CPM എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം ഇതിനൊക്കെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കേരളത്തിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാൾ പകരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും 1-ാം സ്ഥാനത്ത് നമ്മൾ എത്തിയതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് കേരളത്തിലൊരു ബിസിനസ്സും വരരുതെന്നോ അല്ലെങ്കിൽ വ്യവസായ വികസനമോ മറ്റ് കാർഷിക വികസനമോ ഉണ്ടാവരുതെന്നുള്ള അർത്ഥമല്ല. അതൊക്കെ നിർബന്ധമായും വേണ്ടതാണ്. അതിൻ്റെ ഭാഗമായി മൂലധനം വരേണ്ടതുണ്ട്. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നതല്ലല്ലോ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് മൂലധനത്തിന് യാതൊരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളുമില്ലാതെ, തൊഴിലാളിക്ക് ന്യായമായ വേതനം കൊടുക്കാതെ, അവൻ്റെ അവകാശങ്ങൾ ദീർഘകാലത്തെ സമരങ്ങളിലൂടെയൊക്കെ ലോകത്തിലാകെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ തൊഴിലാളികൾ നേടിയിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുത്തുകൊണ്ട് മൂലധനത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് പകരം മൂലധനത്തെ എളുപ്പത്തിൽ ഒരു തടസ്സവുമില്ലാതെ സംസ്ഥാനത്ത് എത്തിക്കുക മാത്രമല്ല, ആ മൂലധനം തിരികെ പോകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരവും കൊടുക്കുന്ന ഒരു പുതിയ മാതൃകയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കരാറിൽ ഉണ്ടായിട്ടുള്ളത്. അനിൽ ബോസ്, എനിക്ക് സമയം തീരാറായി, പറയും. ഒരു സെക്കൻഡ് അല്ല, ഒരൊറ്റ സെക്കൻഡ് അല്ല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിയെ ബൂർഷയായി ചിത്രീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? അത് നേതാവും ജനപക്ഷ നിലപാട് മാർക്സിയൻ സങ്കല്പത്തിലെ വർഗവിഭജനമാണ്. മോശം വാക്കൊന്നുമല്ല പ്രയോഗം. ഉമ്മൻചാണ്ടിക്ക് ചേരുന്നതല്ല, അതൊക്കെ പിണറായി വിജയനായിരുന്ന. മോശം വാക്കല്ല അനിൽ ബോസ്. ഒരു മോശം വാക്കോ തെറിപ്പതോ അല്ല. അതൊരു മാർക്സിയൻ സങ്കല്പത്തിലെ ഒരു വർഗ വിഭജനത്തിൽ ഒരു വിഭാഗത്തെ പറ്റി ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം ചൂണ്ടിക്കാട്ടാണ്. അതിൽ തർക്കിക്കാൻ തൽക്കാലം സമയമില്ല. NV ബാലകൃഷ്ണൻ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.